ഏറ്റവും ആദരണീയനായ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീമാൻ മുകുന്ദേട്ടൻ്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദ്യമേ ഒരുപടി കാപ്പിപ്പൂക്കൾ അർപ്പിക്കുകയാണ്. മുകുന്ദേട്ടനെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ ഭാഷണത്തിലും അനുഭവ സമ്പത്തുള്ള ശ്രീ ജയനും അതേപോലെ വിജയനും അനുസ്മരിക്കുകയുണ്ടായി. ഇതുപോലെ മുകുന്ദേട്ടനോടൊപ്പം പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച, മുകുന്ദേട്ടനിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ സമ്പാദിച്ചിട്ടുള്ള നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ സദസ്സിൽ തന്നെ സന്നിഹിതരായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം, മുകുന്ദേട്ടൻ എല്ലാറ്റിനും മാതൃകയാണ്. ഏതൊക്കെ രംഗത്താണെന്ന് പറയാൻ പ്രയാസം. അദ്ദേഹം ഒരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മകാണ്ഡം എന്ന് പറയുന്നത് ഏതാണ്ട് 60 വർഷം. അദ്ദേഹം SLC പരീക്ഷ എഴുതിയതിനു ശേഷം സംഘപ്രവർത്തനത്തിൽ ആകൃഷ്ടനാവുകയും 1965 അദ്ദേഹം പ്രചാരകനായിട്ട് രംഗത്ത് വരുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം 19. 65 പ്രചാരകനായി കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രവർത്തന മണ്ഡലം. അവിടെ നിന്നാണ് ചെങ്ങന്നൂർ സംഘത്തിൻ്റെ ദൃഷ്ടിയിൽ ചെങ്ങന്നൂർ താലൂക്കിൻ്റെ പ്രചാരകനായിട്ട് വരുന്നത്. ഈ 60 വർഷം എന്ന് പറയുന്നത് ഒരു നീണ്ട കാലയളവാണ്. ഈ 60 വർഷക്കാലം നാം പരിശോധിക്കുമ്പോൾ കൗമാരപ്രായത്തിൽ താൻ നെഞ്ചേറ്റിയിട്ടുള്ള തൻ്റെ ജീവനേക്കാൾ പ്രിയതരമായ ആദർശത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ അതിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളതാണ് മുകുന്ദേട്ടനെ ഏറ്റവും വിശിഷ്ടനാക്കി മാറ്റുന്നത്. 60 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും പതറിപ്പോയിട്ടില്ല. നമ്മുടെ സംഘത്തിൻ്റെ ശാഖയിൽ ഗീതം പാടാറുണ്ട്. അതിവിദൂരമാം ചക്രവാളത്തിലും അകലെയാണ് എനിക്ക് എത്തേണ്ടതെങ്കിലും ആയുധ ജന്മങ്ങൾ ആവശ്യമെങ്കിലും വെടികയില്ല ഞാൻ ഈ വഴിത്താരെ. അതായത് ലക്ഷ്യമെന്ന് പറയുന്നത് ചക്രവാളത്തിനപ്പുറത്താണെങ്കിലും, ചക്രവാളത്തിനപ്പുറത്തും അതിനപ്പുറത്താണെങ്കിലും എത്ര ജന്മങ്ങൾ എടുത്താലും ഞാൻ ഈ ആദർശത്തിൻ്റെ വഴിത്താരയെ കൈവിടില്ല എന്ന ഈ ഗീതം പാടാൻ എളുപ്പമാണ്, കേൾക്കാൻ ഇമ്പമുണ്ടാകും. പക്ഷെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് എല്ലാവർക്കും സാധ്യമല്ല. അത് സാധ്യമാണ് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ച മഹാത്മാവാണ് നാം ഇന്ന് സ്മരിക്കുന്ന ശ്രീമൻ PP മുകുന്ദേട്ടൻ. മാത്രമല്ല, അത് ഏത് കാലത്താണ് നോക്കണം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ മുകുന്ദേട്ടൻ വരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? അന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള കണ്ണൂർ ജില്ലയും അതുപോലെ മണത്തണയിലെയും രാഷ്ട്രീയ പശ്ചാത്തലം നാം മനസ്സിലാക്കുന്നു. ഒന്ന്, കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യമുള്ളൊരു കാലഘട്ടം. കണ്ണൂർ ജില്ലയിൽ തന്നെ മലയോര ഗ്രാമമായിട്ടുള്ള മുകുന്ദേട്ടൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്ന മണത്തണ, അതും CPM-ന് ആധിപത്യമുള്ള പ്രദേശം. അവിടെ നിന്നാണ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് ബോധ്യമില്ല. അല്ലെങ്കിൽ കേരളത്തിൽ നാമമാത്രമായ സ്ഥലങ്ങളിൽ മാത്രം പ്രവർത്തനമുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകനായി പിന്നീട് പ്രചാരകനായിട്ട് മുകുന്ദേട്ടൻ വരുന്നത്. ഇന്നത്തെ കാലഘട്ടം, ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. ഇന്ന് കേരളം നമുക്കൊരു MP നമുക്ക് സ്വന്തമായി വിജയിപ്പിക്കാൻ സാധിച്ചൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല.
പ്രവർത്തകരുടെ എണ്ണം കുറവാണ്, സാഹചര്യമില്ല. ഇതെല്ലാം പ്രതികൂലമായ സാഹചര്യമുണ്ടായിട്ടും അദ്ദേഹം, ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ, നെഞ്ചേറ്റിയ ആദർശത്തിൻ്റെ പ്രേരണയാലെ അദ്ദേഹം കേരളം മുഴുവൻ യാത്ര ചെയ്ത് നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തു. സത്യത്തിൽ സംഘപ്രസ്ഥാനത്തിന് ഈ മലയാളക്കരയിൽ ഒരടിത്തറ പാകിയ നേതാക്കന്മാരിൽ ഒരാൾ ശ്രീ മുകുന്ദേട്ടൻ തന്നെ. അദ്ദേഹത്തിൻ്റെ അസാമാന്യ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും, ഇതെല്ലാം തന്നെ നമുക്ക് മാതൃകയാണ്. സത്യത്തിൽ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് രാജനൈതിക രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സാധന പാഠമാകേണ്ട ജീവിതമാണ് മുകുന്ദേട്ടൻ്റെതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അത് കേവലം ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർക്കോ പ്രവർത്തകന്മാർക്കോ മാത്രമല്ല, മൂല്യങ്ങൾ മുറുകെ പിടിച്ച് രാജനൈതിക രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുഴുവൻ പാഠമാണ്, സാധനാ പാഠമാണ് മുകുന്ദേട്ടൻ്റെ ജീവിതം എന്ന് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ അത് ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, സമർപ്പണ ഭാവത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ. അത്തരം പ്രവർത്തനത്തിലൂടെയാണ് സംഘത്തെയും സംഘവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളെയും ഈ സംസ്ഥാനത്ത് വളർത്തിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എവിടെയൊക്കെയാണോ അദ്ദേഹം പ്രവർത്തനം നടത്തിയിട്ടുള്ളത്, അവിടെയൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ന് ബി ജെ പിക്ക് ഏറ്റവും സ്വാധീനമുള്ള തിരുവനന്തപുരം, ബി ജെ പിക്ക് സ്വാധീനമുള്ള തൃശ്ശൂർ, ഇവിടെയെല്ലാം തന്നെ ഒരു മുകുന്ദേട്ടൻ്റെ കയ്യൊപ്പുണ്ട്, മുകുന്ദേട്ടൻ ടച്ചുണ്ട്. 82-ലാണ് തോന്നുന്നു ഇവിടുത്തെ വിഭാഗ് പ്രചാരകമായിട്ട് വരുന്നത്. 73-ലാണ് തൃശ്ശൂരിൽ ജില്ലാ പ്രചാരകമായിട്ട് മുകുന്ദേട്ടൻ പ്രവർത്തിക്കുന്നത്. പക്ഷെ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനം, അത് തൃശ്ശൂരായാലും ചെങ്ങന്നൂരായാലും അതേപോലെ തന്നെ തിരുവനന്തപുരത്തായാലും അദ്ദേഹത്തിൻ്റെ കർമ്മക്ഷേത്രം, അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും അദ്ദേഹം 100% അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ചെങ്ങന്നൂരിൽ ആളുകൾ പറയാറുണ്ടായിരുന്നു, 67-ലാണ് അദ്ദേഹം ചെങ്ങന്നൂരിൽ താലൂക്ക് പ്രചാരകമായിട്ട് അവിടെ ചുമതല ഏറ്റെടുക്കുന്നത്. പക്ഷേ അവിടെ നിന്നും ഏതാണ്ട് 73 ആ കാലഘട്ടത്തിൽ ആലുവയിലേക്കും അദ്ദേഹം മാറിപ്പോകുന്ന സമയത്ത് അദ്ദേഹം വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായതിനേക്കാൾ ഏതാണ്ട് 20 മടങ്ങ് പ്രവർത്തകരും പ്രവർത്തന സ്ഥലവും ചെങ്ങന്നൂരിൽ അദ്ദേഹം സൃഷ്ടിക്കാൻ സാധിച്ചു. ഇന്ന് ചെങ്ങന്നൂർ ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപ്രസ്ഥാനത്തിൻ്റെയും ശക്തമായിട്ടുള്ള കോട്ടയാണ്. എല്ലാ സ്ഥലങ്ങളിലും എവിടെയൊക്കെ പോയിട്ടുണ്ടോ, എവിടെയൊക്കെയാണോ പ്രവർത്തിച്ചിട്ടുള്ളത്, അവിടെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തൃശ്ശൂരിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും കാര്യം പറഞ്ഞു. അദ്ദേഹം 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോഴിക്കോട് വിഭാഗ് പ്രചാരകനായിരുന്നു. ആ കോഴിക്കോട് വിഭാഗ് പ്രചാരകനായ സമയത്താണ് തലശ്ശേരിയിൽ, നിങ്ങൾക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടുകയും കൊലപാതകങ്ങളുടെ പരമ്പര ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് കണ്ണൂർ ജില്ലയിലും തലശ്ശേരി താലൂക്കിലും നമ്മുടെ പ്രവർത്തനം എല്ലാ ഇടങ്ങളിലും ഉണ്ടായിരുന്നില്ല, ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി നമ്മുടെ ആ ദൗർബല്യത്തെ മുതലെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു. മാത്രമല്ല, അന്ന് എം വി രാഘവനായിരുന്നു കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം. അദ്ദേഹം ഒരു സർവകക്ഷി യോഗത്തിൽ, സമാധാന കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പരിഹാസ രൂപേണയുള്ള ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതിൽ മുകുന്ദേട്ടൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അന്ന് പറഞ്ഞത്, ഞാൻ ആ പദപ്രയോഗം ഇവിടെ നടത്തുന്നില്ല, NTR പറഞ്ഞത്, കാരണം അതായത് അവരെല്ലാം ഒന്നിച്ച് ഈ BJP ആകെയുള്ള ഈ വിരലെണ്ണാവുന്ന RSSകാർ ഒലിച്ചു പോകുന്ന പറഞ്ഞത്.
എങ്ങനെയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ അന്ന് MBR മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് RSS എന്താണ്, കണ്ണൂർ ജില്ലയിൽ RSS എന്താണെന്ന് ഭാവിയിൽ മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സർവകക്ഷി യോഗത്തിൽ ഇറങ്ങി വന്നത്. കാലം അത് തെളിയിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ടത് ശ്രീ MB രാഘവന് തന്നെയാണ്. ആ രാഘവൻ മുകുന്ദേട്ടനെ അന്വേഷിച്ച് പലയിടങ്ങളിലും വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആ ജില്ലയിൽ ഞങ്ങളൊക്കെ ഒന്ന് ബാല സ്വയംസേവകരോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു 10-18 വയസ്സുള്ള കാലഘട്ടമാണ്. പക്ഷേ അന്നൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടുന്ന ആ സമയത്ത് മുകുന്ദേട്ടൻ്റെ സാന്നിധ്യവും മുകുന്ദേട്ടൻ്റെ ബൗദ്ധിക്കും മുകുന്ദേട്ടൻ്റെ നിർദ്ദേശവും അവിടെ പോരാട്ടം നടത്തുന്ന പ്രവർത്തകന്മാർക്ക് ആത്മവിശ്വാസം നൽകി. ഒന്നുമില്ല, അധികാരമില്ല, പ്രവർത്തകരുടെ എണ്ണം കുറവാണ്. പക്ഷെ എന്നിട്ടും ആദർശത്തിന് വേണ്ടിയിട്ട്, ഒരു കോസിന് വേണ്ടിയിട്ട് ജീവൻ വേണമെങ്കിൽ ജീവൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന രൂപത്തിൽ പ്രവർത്തകർ പോരാടുന്ന സമയത്ത് അവർക്ക് ആത്മവിശ്വാസം. പക്ഷെ അന്നത്തെ ആ ഒരു നേതൃത്വം അതാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ നമുക്കിന്ന് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുമായി നമുക്ക് നെഞ്ചുയർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കും. ഈ തരത്തിൽ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും നമ്മുടെ സംവിധാനത്തെ പ്രവർത്തകന്മാരെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ, പ്രവർത്തകന്മാർക്ക് മാർഗദർശനം നൽകുന്ന കാര്യത്തിൽ, അവർക്ക് ആദർശത്തിന്റെ പ്രേരണ നൽകുന്ന കാര്യത്തിൽ ഇതെല്ലാം തന്നെ ഒരു അസാധാരണമായ കഴിവായിരുന്നു മുകുന്ദേട്ടനുണ്ടായിരുന്നു. എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം, അസാമാന്യമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മുകുന്ദേട്ടൻ. കാരണം അന്ന് മുകുന്ദേട്ടൻ എവിടെ വന്നാൽ, അത് ഏറ്റവും ഒടുവിൽ ജയൻ പറഞ്ഞതുപോലെ മരണത്തിന്റെ സമയത്ത് പോലും, ഒരു ചുമതലയില്ലാത്ത സമയത്ത് പോലും അദ്ദേഹത്തിനെ തേടി ആശുപത്രിയിലും അദ്ദേഹം താമസിക്കുന്നിടത്തും എല്ലാവരും വരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചുമതലയുള്ള കാലത്ത് പ്രവർത്തകന്മാർ കൂട്ടത്തോടു കൂടിയിട്ട് മുകുന്ദേട്ടനെ ഒരു നമസ്കാരം പറയാൻ, കുശലം പറയാൻ എത്തുക എന്നുള്ളത് അവർക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, താല്പര്യമായിരുന്നു. മുകുന്ദേട്ടൻ ഒരു ആകർഷക കേന്ദ്രമായിരുന്നു. ഇത് സംഘത്തിന്റെ ഒരു സവിശേഷതയാണ്. നോക്കൂ, പരംപൂജനീയ ഡോക്ടർ ജിയിൽ നിന്നാണ് സംഘപ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം അദ്ദേഹം തുടർന്നു വന്നിട്ടുള്ള സർസംഘചാലകന്മാരായ ഗുരുജിയും ബാലാസാഹേബ് ധവലശ്രീയും എല്ലാം തന്നെ ആ ഡോക്ടർ ജിയെ പോലെയാകണം. ഡോക്ടർ ജിയുടെ അസാമാന്യ വ്യക്തിത്വത്തിൽ ആകർഷിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത്. പലരും ഒന്ന് ചിന്തിച്ച് ഞങ്ങൾക്ക് ഡോക്ടർ ജിയെ പോലെ ആവണം. ആ ഒരു പ്രേരണയാലെ വീട് വിട്ടിറങ്ങി ആദർശത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിന്റെ ആ നിലയില് നമുക്ക് ഇപ്പുറത്ത് കേരളത്തില് നമ്മുടെ മുകുന്ദേട്ടനെയും നമുക്ക് കാണാൻ സാധിക്കും. ആ മുകുന്ദേട്ടന്റെ വ്യക്തിത്വത്തിൽ ആകർഷിച്ചുകൊണ്ട്, അതിൽ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ നിരവധി കാര്യകർത്താക്കന്മാര് തലങ്ങും വിലങ്ങും വളർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകന്മാരിൽ മാത്രമല്ല മുകുന്ദേട്ടന്റെ ആകർഷകത്വം ഉണ്ടാക്കിയത്, എതിരാളികളിൽ പോലും. അപ്പൊ നോക്കൂ, ഒരു സ്വയം സേവകൻ എന്നുള്ള നിലയിൽ ഒരു സ്വയം സേവകൻ എങ്ങനെയായിരിക്കണം എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ മുകുന്ദേട്ടന് കഴിഞ്ഞു എന്നുള്ളൊരു സവിശേഷത. അദ്ദേഹം ചെങ്ങന്നൂരില് താലൂക്ക് പ്രചാരകായ സമയത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമുണ്ടായി. സംഘത്തിന്റെ ഒരു പരിപാടിയിൽ കോൺഗ്രസിന്റെ MLA KR സരസ്വതി അവരെ ക്ഷണിച്ചു. മുകുന്ദേട്ടന്റെ ആ ക്ഷണത്തിൽ അവർ മുൻപിൻ നോക്കാതെ പങ്കെടുക്കാൻ പറഞ്ഞു. അവരാകെ കണ്ടത് RSSനെ കുറിച്ച് ഓർത്തില്ല. ആകെ അവർ കണ്ടത് ആ മുകുന്ദേട്ടന്റെ അക്കാലത്തുള്ള മുകുന്ദേട്ടനെയാണ് അവർ കണ്ടത്. മുകുന്ദേട്ടന്റെ ആ സംസാരത്തില്, അവരുമായി സംവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ MLA പരിപാടി കേട്ടു, പരിപാടി പങ്കെടുത്തു. പക്ഷേ അതിനുശേഷം അത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു ചർച്ചയായി മാറി. പക്ഷെ നോക്കൂ, കോൺഗ്രസിന്റെ നേതാവിന്റെ മനസ്സിൽ പോലും ആകർഷത്വം ഉണ്ടാക്കാൻ, സംഘടനയോട് അവർക്ക് RSSനോട് ഒരു വിധേയത്വം ഉണ്ടാക്കാൻ മുകുന്ദേട്ടന് കഴിഞ്ഞുവെന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിലൂടെ സംഘത്തിന്റെ ആദർശം, സംഘത്തിന്റെ സന്ദേശം
എതിരാളികളുടെ മനസ്സിൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയല്ലേ? മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഇടതുപക്ഷ നേതാവ് ശ്രീമാൻ സി ദിവാകരൻ, മുൻ മന്ത്രി, നമ്മുടെ മുകുന്ദേട്ടൻ്റെ വേർപാടിന് ശേഷം തിരുവനന്തപുരത്ത് നടത്തിയിട്ടൊരു പ്രസംഗം നിങ്ങളെല്ലാവരും കേട്ടതാണ്, ഞാനിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ പ്രസംഗം ഇതായിരുന്നു: ഞാൻ മെമ്പർഷിപ്പ് കൊടുത്ത CPI അംഗമാക്കിയ മൂർത്തി എന്ന ആളുടെ മണക്കാട് ജംഗ്ഷനിലുള്ള വസ്തുവിൽ RSSന്റെ കളരി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മൂർത്തിയെ വിളിച്ച് RSS പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ മുകുന്ദേട്ടൻ വീട്ടിൽ വന്നു. കൊമ്പനാന വരുന്നത് പോലെയായിരുന്നു ആ വരവ്. മുഖത്തെ ചന്ദനവും സിന്ദൂരവും ചേർത്ത പൊട്ട് ആരെയും ആകർഷിക്കുന്ന മുഖം. വന്നു കയറിയ ഉടനെ സ്വയം പരിചയപ്പെടുത്തി വളരെ സൗമ്യമായി പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾ മണക്കാട് ശാഖ നടത്തുന്നുണ്ട്, ശല്യപ്പെടുത്തരുത്. മറ്റൊന്നും പറയാനാവാതെ ആ ഗാംഭീര്യത്തിന് മുമ്പിൽ ഞാൻ പറഞ്ഞു, ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അന്ന് തുടങ്ങിയ സൗഹൃദം. മുകുന്ദേട്ടൻ വന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. നിസ്സാരമായ പ്രാദേശിക പ്രശ്നത്തിൽ ഇടപെട്ട് RSSന്റെ വലിയൊരു നേതാവ് വീട്ടിലെത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സൗമ്യത എൻ്റെ കുടുംബത്തെ പോലും ആകർഷിച്ചു. അദ്ദേഹം പോയപ്പോൾ ഭാര്യ ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് RSS ശാഖ നിർത്താൻ ശ്രമിക്കുന്നത്, വേറെ പണിയില്ലേ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കുടുംബവുമായിട്ട് ആ ഒറ്റൊരു സന്ദർശനത്തില് സി ദിവാകരന്റെ മനസ്സിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബങ്ങളുടെ മനസ്സിൽ പോലും മുകുന്ദേട്ടൻ സ്ഥാനം പിടിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവസാനം സി ദിവാകരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയായി ഞങ്ങൾ പറഞ്ഞു പരത്തിയത് ഇങ്ങനെയായിരുന്നില്ല, ഇതാണ് RSS എങ്കിൽ ഞങ്ങൾക്കത് ഇഷ്ടമാണ്. അതാണ്, ഇങ്ങനെയാണ് RSS എങ്കിൽ ഞങ്ങൾക്കത് ഇഷ്ടമാണ്. നോക്കൂ, നമ്മുടെ അനുഭാവികളുടെയും അനുയായികളുടെയും പ്രവർത്തകരുടെയും കാര്യകർത്താക്കന്മാരുടെ മനസ്സിന് മാത്രമല്ല, നഖശിഖാന്തം എതിർക്കുന്ന രാഷ്ട്രീയമായ പ്രതിയോഗിയുടെ മനസ്സിലും എത്രമാത്രമാണ് അദ്ദേഹം സ്ഥാനം പിടിച്ചത് എന്നുള്ളതിൻ്റെ പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ്. ഇതോടൊപ്പം തന്നെ നോക്കൂ, നിങ്ങൾ അന്ന് നമുക്ക് യാതൊരു അധികാരവുമില്ല, ഒന്നുമില്ല. കേരളത്തിലാണെങ്കിൽ MLA പോലുമില്ല. പക്ഷേ അദ്ദേഹത്തെ എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തെ ബഹുമാനിച്ചു. എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമല്ല മുകുന്ദേട്ടൻ എന്ന് വിളിക്കുന്നത്, മറിച്ച് ഞാൻ 2-3 മുഖ്യമന്ത്രിമാരെങ്കിലും മുകുന്ദേട്ടൻ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടതാണ്. നമ്മുടെ ലീഡർ എന്ന് പറയുന്ന K. കരുണാകരൻ, ഉമ്മൻചാണ്ടി, ഇവരെല്ലാം തന്നെ മുകുന്ദേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. അത് AK ആന്റണി, അതുപോലെ തന്നെ തലമുതിർന്ന നേതാക്കന്മാർ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇങ്ങനെ മുതിർന്ന നേതാക്കന്മാർ, അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ, MV രാഘവൻ, അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയേക്കാൾ വലിയ 3 ചങ്കോ 4 ചങ്കോ ഉള്ള ആളായിരുന്നു MV രാഘവൻ. ആ രാഘവനായിരുന്നു ഒരു കാലം വെല്ലുവിളിച്ചത്. പക്ഷെ ആ രാഘവൻ പോലും മുകുന്ദേട്ടൻ എന്നാണ് വിനയപൂർവ്വം വിളിച്ചിരുന്നത്. മാത്രമല്ല, അന്ന് കേരളത്തിൽ അധികാരത്തിന്റെ ഏതയലത്തുമില്ലാത്ത സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന മുകുന്ദേട്ടനെ DGPമാര്, IPS ഉദ്യോഗസ്ഥന്മാര്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാര് മുകുന്ദേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു കാര്യകർത്താവ് എങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ സ്ഥാനം പിടിക്കുന്നത്, അവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത്, ഇത് മാതൃകയല്ലേ? ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നമ്മെ സംബന്ധിച്ച് ഈ മാതൃക നമുക്ക് സ്വീകരിക്കാവുന്നതല്ലേ? ഇതല്ലേ നമുക്ക് സ്വീകരിക്കേണ്ടത്?
അതുകൊണ്ട് മുകുന്ദേട്ടന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് സ്വാഭാവികമായും കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം, രാഷ്ട്രീയ പരിവർത്തനം നമുക്ക് നടത്താൻ സാധിക്കും. കേരളത്തിൽ ഉണ്ടാകേണ്ട രാഷ്ട്രീയ മാറ്റം, രാഷ്ട്രീയ പരിവർത്തനം ഉണ്ടാകേണ്ടത് മുകുന്ദേട്ടന്റെ ഈ പ്രവർത്തനം മാതൃകയായി സ്വീകരിച്ചുകൊണ്ടാണ്. നമുക്കിന്ന് സൗകര്യങ്ങളുണ്ടെങ്കിലും രാഷ്ട്രീയ സാഹചര്യം 100% അനുകൂലമാണ്. പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം BJPക്ക് അനുകൂലമാണ്. എങ്കിലും ഇത് നമുക്ക് വിജയമായിട്ട് മാറണമെങ്കിൽ അത് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും രീതിയിലുള്ള പ്രവർത്തനം അനിവാര്യമാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് പറയുന്നു. അവിടെയാണ് മുകുന്ദേട്ടന്റെ മാതൃക നമുക്ക് സ്വീകരിക്കേണ്ടത്. ഇത് മാത്രമല്ല, ഒരു ഭാരതീയ ജനത അദ്ദേഹം 1991 വരെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ചുമതലയായിരുന്നു. നമുക്കെല്ലാം അറിയുന്നതുപോലെ അദ്ദേഹം താലൂക്ക് പ്രചാരകനായിരുന്നു, ജില്ലാ പ്രചാരകനായിരുന്നു, വിഭാഗ് പ്രചാരകനായിരുന്നു, പ്രാന്തീയ സമ്പർക്ക പ്രമുഖായിരുന്നു. 91 ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം ഒന്നുകൂടി കേരളത്തിൽ അടുക്കും ചിട്ടയോടും കൂടി നടത്താൻ, സംഘടനാ സംവിധാനത്തെ താഴെത്തലത്തിൽ ഇറക്കിക്കൊണ്ടുവരാൻ, അത് കാര്യക്ഷമമാക്കാൻ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് 91 അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ ചുമതല ഏറ്റെടുത്തുകൊണ്ട് സംഘടനാ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. സത്യത്തിൽ പിന്നീട് 2004 വരെ അദ്ദേഹം സംഘടനാ സെക്രട്ടറിയും 2004 മുതൽ 2006 വരെ ദക്ഷിണ മേഖല സംഘടനാ സെക്രട്ടറി, അതായത് കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി അടങ്ങുന്ന 3 സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ദക്ഷിണ മേഖലയുടെ സംഘടനാ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ഈ കാലയളവിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാപരമായ അടിത്തറ ദൃഢീകരിക്കാനും അത് ഏറ്റവും താഴേത്തലത്തിലെത്തിക്കാനും അദ്ദേഹത്തിന്റെ സംഘടനാ പാടവം കൊണ്ട് സാധിച്ചു. ഇക്കാര്യത്തിലും അദ്ദേഹം ഒരു മാതൃക. ഒരു സംഘാടകൻ എങ്ങനെയാവണം, ഒരു സംഘാടകന്റെ കഴിവ്, ഒരു സംഘാടകൻ എങ്ങനെയാകണം എന്നുള്ളതിന്റെ മാതൃക കൂടിയാണ് മുകുന്ദേട്ടൻ. നേരത്തെ വലിയൊരു അനുഭവമാണ് ശ്രീ കരമന ജയൻ നമ്മോട് പങ്കുവച്ചത്. 82 OTC, അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും അതിൻ്റെ അവസാനം നടക്കുന്ന റൂട്ട് മാർച്ച് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് നിരോധിച്ചപ്പോൾ, ഒരു റൂട്ട് മാർച്ച് നിരോധിച്ചപ്പോൾ ഈ നഗരത്തിൽ നടന്നത് ഒരു 100ഓളം റൂട്ട് മാർച്ചുകളാണ്. 100ഓളം റൂട്ട് മാർച്ചുകളാണ്. നമ്മുടെ ആളുകൾക്ക് നമ്മളെ അതിന്റെ ആവേശം ആകാശത്തോളം ഉയർത്തി, അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉയർന്നു എന്ന് മാത്രമല്ല, എതിരാളികളിൽ പോലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അന്നത്തെ അദ്ദേഹത്തിന്റെ സംഘടനാ പാടവം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള വിവിധ പരിപാടികൾ, അത് മുകുന്ദേട്ടന്റെ സംഘടനാ പാടവത്തിന്റെ തെളിവായിട്ട് നമുക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. 1982 നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് വലിയ ചലനം സൃഷ്ടിച്ച വിശാല ഹിന്ദു സമ്മേളനം, അതിൽ നിന്നാണല്ലോ ഈ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കാൻ തീരുമാനമെടുത്തത്. അതിൻ്റെ സംഘാടനത്തിന് പിന്നിലും മുകുന്ദേട്ടന്റെ പങ്കുണ്ട്. അതുമാത്രമല്ല, കേരളത്തിന്റെ 2 ഭാഗത്തായി നടന്നിട്ടുള്ള ഹിന്ദു സംഗമങ്ങൾ, പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന ഹിന്ദു സംഗമത്തിന്റെ പൂർണ്ണ ചുമതല മുകുന്ദേട്ടനായിരുന്നു. അത് അന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സംഗമമാണ്. അതിന്റെ കിട്ടും മട്ടും, അതിന്റെ പങ്കാളിത്തം, ഇതെല്ലാം തന്നെ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചതാണ്. അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് നടത്തിയിട്ടുള്ള യുവമോർച്ചയും ABVPയും കൂടി നടത്തിയിട്ടുള്ള യുവസംഗമം 100,000-ലധികം യുവാക്കന്മാർ പങ്കെടുത്ത വലിയൊരു പരിപാടിയായിരുന്നു. അന്ന് കമ്മ്യൂണിസം ഈ റഷ്യയിലെ ഡാസ്നോഫ് പെരിസ്ട്രോയിക്ക ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസം തകരുന്ന ഒരു കാലഘട്ടത്തിൽ ആ തകർച്ച കേരളത്തിൽ കൂടുതൽ ശക്തമായി വേഗതയോടുകൂടി
ആ തകർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാന്യ പരമേശ്വർജി നിർദ്ദേശാടിസ്ഥാനത്തിലാണ് ആ യുവസംഗമം അവിടെ നടന്നത്. ആ യുവസംഗമം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടതാണ്. അതിലും മുകുന്ദേട്ടൻ്റെ സംഘടനാ പാഠവുമാണ്. അതിനുശേഷം നിരവധി യാത്രകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട്. യുവമോർച്ചയുടെ രാഷ്ട്രരക്ഷാ റാലി, ആ രാഷ്ട്രരക്ഷാ റാലിയും അന്ന് ഞാൻ സംസ്ഥാന അധ്യക്ഷന്. അതിനോടൊപ്പം തന്നെ ശ്രീ ലാൽകൃഷ്ണ അദ്വാനിജി നേതൃത്വം നൽകിയിട്ടുള്ള യാത്ര, ആ യാത്രയുടെ ഉദ്ഘാടനവും അന്ന് എറണാകുളത്ത് വെച്ചാണ് നടന്നത്. അത് വലിയൊരു ആയിരങ്ങൾ പങ്കെടുത്ത മഹാസമ്മേളനമായിരുന്നു അതും മുകുന്ദേട്ടൻ്റെ സംഭാവനയാണ് എന്ന് നേരിട്ടറിയാവുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ നിരവധി ഒരു മികച്ച സംഘാടകൻ മാത്രമല്ല, അദ്ദേഹം പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു രണ്ടാം നിലയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. ഒരു കാര്യം തമാശയായി സൂചിപ്പിക്കാനുള്ളത്, രാഷ്ട്രീയ രംഗത്ത് പൊതുവെ പറയാറുണ്ട്, മുന്നിലുള്ളവർ വഴി തടസ്സപ്പെടുത്തുന്നവരായിട്ടും വഴിമുടക്കികളായിട്ടും. രാഷ്ട്രീയക്കാരുടെ മനസ്സിൽ അങ്ങനെ ചില ആളുകൾ പരിഹാസ്യമായിട്ടോ അല്ലെങ്കിൽ ഫലിതമായിട്ടോ പറയാറുണ്ട്. ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചിന്തിക്കുന്നത് മുന്നിലുള്ളവർ വഴിമുടക്കികൾ, തൻ്റെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന് തടസ്സമായി നിൽക്കുന്നവർ, പിന്നിലുള്ളവർ ശല്യക്കാർ. ഇങ്ങനെ രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ ഒരു പ്രവണതയുണ്ട് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ മുകുന്ദേട്ടൻ തൻ്റെ പിന്നിലുള്ളവരെ മുന്നിലെത്തിച്ചുകൊണ്ട്, തന്നേക്കാൾ മുന്നിലെത്തിച്ചുകൊണ്ട് ഒരു മികച്ച മാതൃക കാണിക്കുകയുണ്ട്. അദ്ദേഹം വളരുന്നതോടൊപ്പം തന്നെ സഹപ്രവർത്തകരെയും തന്നേക്കാൾ ഉയരത്തിൽ വളർത്തിക്കൊണ്ടുവന്നു, പിന്നിലുള്ളവരെ മുന്നിലെത്തിച്ചു. ഇങ്ങനെ ഇവിടെ യുവമോർച്ചയിലൂടെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. ഇന്ന് BJPയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വിവിധ ചുമതലകളുള്ള, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ജയനായാലും രാജേഷായാലും സുരേഷായാലും ഈ ഇരിക്കുന്ന ഏതാണ്ട് ബിജു എല്ലാവരും യുവമോർച്ചയിലൂടെ പാർട്ടി ചുമതലയിൽ വന്നവരാണ്. ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു തലമുറയാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മുഴുവൻ സമയ പ്രവർത്തകനാണെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഞാൻ ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്ത് അങ്ങനെ യുവമോർച്ചയുടെ ജില്ലാ സംസ്ഥാന സാധാരണ ചുമതല വഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു വൈസ് പ്രസിഡൻ്റായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസമാണ് ഞാനൊരു അസുഖമായിട്ട് ആശുപത്രിയിൽ കിടന്ന് വീട്ടിലെത്തിയ ദിവസമാണ് മാരാർജിയും മുകുന്ദേട്ടനും കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവശനായി കിടക്കുന്ന എന്നെ കണ്ട് ഒക്കെ ഐക്യദാർഢ്യമൊക്കെ പ്രകടിപ്പിച്ചതിന് ശേഷം മാരാർജി പറഞ്ഞു, ഞാൻ ഗുരുവായൂരിന്നാണ് വരുന്നത്, നിങ്ങളെ യുവമോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഒരു എൻ്റെ മാനസികാവസ്ഥ ഒരു അധ്യക്ഷൻ്റെ ചുമതല ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ഏത് ചുമതല വന്നാലും ആ പ്രസിഡന്റിൻ്റെ ചുമതല വേണ്ട, പക്ഷേ അതൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് മാരാർജി ഞാൻ അകത്ത് കിടക്കുന്നിടത്ത് പുറത്തു വന്നു. പിന്നെ മുകുന്ദേട്ടൻ കടന്നു വന്നു. മുകുന്ദേട്ടൻ പറഞ്ഞു, പിന്നെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് പറഞ്ഞു, പിന്നീട് ഈ അസുഖം ഒന്ന് മാറിയാൽ ഒന്ന് തിരുവനന്തപുരത്ത് വരണം. അപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചു, നമുക്ക് ജില്ലാ കമ്മിറ്റികളൊക്കെ വരണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഒരു മാസം ലീവ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മാസം ലീവ് എടുക്കുന്നതിന് എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, KER പ്രകാരം 2 മാസം ലീവ് എടുത്താൽ എൻ്റെ തസ്തികയിൽ മറ്റൊരു അധ്യാപകരെ നിശ്ചയിക്കാൻ അയാൾക്ക് ശമ്പളവും കൂട്ടും, കുട്ടികൾ അനാഥാവില്ല. എന്നാൽ പിന്നെ 60 ദിവസം എടുത്തു. അങ്ങനെ ഞാൻ 60 ദിവസത്തെ ലീവ് എടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് ട്രെയിൻ കയറിയത്. പിന്നെ ഞാൻ എൻ്റെ സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ പിന്നെ അവസാനം റെസൈനേഷൻ ലെറ്റർ എൻ്റെ ഏറ്റവും ഒടുവിൽ അവിടുത്തെ എൻ്റെ സ്കൂൾ അധ്യാപകനായ ആൾക്ക് തപാലിലൂടെ അയച്ചു കൊടുക്കുകയായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. മാത്രമല്ല, അതിൽ ഒരു വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പാഠം വളരെ വലുതായിരുന്നു. അത് ഒരു അസാമാന്യ രീതിയിലാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ തിരുവനന്തപുരത്ത് വരണമെന്ന് പറഞ്ഞു നമ്മുടെ സ്റ്റാച്യുവിൻ്റെ അടുത്തുള്ള ഓഫീസിൻ്റെ മുകളിലെ നിലയിൽ
പിന്നെ ഇങ്ങനെ ഞാൻ താഴെ ഇരുന്നു, മൂന്നേട്ടൻ മുകളിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു പേപ്പർ എടുക്കാൻ പറഞ്ഞു. എടുത്തു. നിങ്ങൾ വന്നതുപോലെ വീട് വിട്ട് ഇറങ്ങാൻ തയ്യാറുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. അവിടെ തന്നെ ഇത്രയും കാലത്ത് യുവമോർച്ച പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് കുറേ ആൾക്കാർ ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരെയും വായിച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഇവരെ നാളെ മുതൽ കൊല്ലത്താണ് ആദ്യത്തെ ഒരാൾ, അത് ഇയാളെ വീട്ടിൽ പോവാം, രാവിലെ ചായ കുടിക്കണം, ഉച്ചയ്ക്ക് ചോറ് തിന്നണം, തിരിച്ച് വരുമ്പോൾ ചായ ക്ഷണിച്ചാൽ ചായ കുടിക്കണം, നിർബന്ധിച്ചാൽ ചായ കുടിച്ചോ, എന്നിട്ട് പറയണം ഞാൻ ഏതായാലും വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളും ഇതുപോലെ മുഴുവൻ സമയ പ്രവർത്തകരാകണം എന്ന് അവസാനമേ പറയാൻ പാടുള്ളൂ, അവസാനം പറയണം, എന്നിട്ട് സമ്മതിപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറയുക, ഈ കൂടുതൽ പറയരുത്, 2 മാസമോ 3 മാസമോ പറയാൻ പാടുള്ളൂ. ഞാൻ എന്താ അല്ല, കൂടുതൽ പറഞ്ഞാൽ അവർ വരില്ല. അപ്പോൾ എന്നോട് പറഞ്ഞതും അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ അടുത്ത് 1 മാസം പറഞ്ഞതും. അങ്ങനെ ഞാനിങ്ങനെ ആ യാത്ര ഏതാണ്ട് കണ്ണൂർ ജില്ല വരെ പോയി. അക്കൂട്ടത്തിലാണ് MP രമേശും അതുപോലെ തന്നെ നമ്മുടെ M സുനിൽ, അങ്ങനെ ഒരുപാട് ആളുകൾ ആ സമയത്ത് ഏതാണ്ട് 21ഓളം പ്രവർത്തകന്മാർ മുഴുവൻ സമയ പ്രവർത്തകന്മാരായി മാറി എന്ന് മാത്രമല്ല, എല്ലാ മാസവും മുഴുവൻ സമയ പ്രവർത്തകന്മാരുടെ ബൈഠക്ക്, ആ ബൈഠക്കിൻ്റെ വരെ മുഴുവൻ സമയ പ്രവർത്തകന്മാരെ ആദർശത്തിനനുസരിച്ച് അവരെ മോൾഡ് ചെയ്തെടുക്കാനുള്ള ശ്രമം. കേവലം ഈ 21 മുഴുവൻ സമയ പ്രവർത്തകരെ മാത്രമല്ല, അന്ന് യുവമോർച്ചയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന മണ്ഡലം, ജില്ല, സംസ്ഥാന എല്ലാ കാര്യകർത്താക്കന്മാരെയും മാതൃകകളാക്കി മാറ്റാൻ, ഒരു നല്ല സംഘാടകരാക്കി മാറ്റാൻ, ആദർശശുദ്ധിയുള്ളവരാക്കി മാറ്റാൻ ബോധപൂർവ്വം ശ്രമിച്ചിരുന്നു. ഞങ്ങളുടെ ഈ മുഴുവൻ സമയ പ്രവർത്തകന്മാരെ മാസാമാസം ഒരുമിച്ചിരുന്ന് ആ മാസത്തെ പരിപാടിയും അടുത്ത മാസത്തെ പരിപാടിയും കൂടി ഈ തയ്യാറാക്കുക ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വൈകുന്നേരം സംഘത്തിൻ്റെ മുതിർന്ന ഒരു പ്രചാരകൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുപോലെ ഹരിയേട്ടൻ, സേതുവേട്ടൻ, ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. പക്ഷേ ആ ഒരു സാന്നിധ്യം, അവരുടെ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20-25 മിനിറ്റുകളുടെ ഞങ്ങൾ ആ മുഴുവൻ സമയ പ്രവർത്തകരുമായിട്ടുള്ള ആ ചർച്ച, അതായിരുന്നു അവരെ ഓരോ കൊല്ലം കഴിയുന്തോറും മുഴുവൻ സമയ പ്രവർത്തകരായി ആ സ്ഥാനത്ത് തന്നെ തുടരാൻ അവരെ പ്രേരിപ്പിച്ചു. ആ ആദർശത്തിൻ്റെ ഒരു പ്രേരണയുണ്ടല്ലോ. ഇവരുമായിട്ടുള്ള മുതിർന്ന സംഘപ്രചാരകന്മാരുമായിട്ടുള്ള ആ ബന്ധവും അവരുമായിട്ടുള്ള സംസാരവും സമ്പർക്കവും അന്ന് ഈ മുഴുവൻ സമയ പ്രവർത്തകന്മാരെ സൃഷ്ടിക്കുന്ന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അന്ന് യുവമോർച്ചയുടെ ജൂൺ മാസം എല്ലാ വർഷവും നടക്കുന്ന ശിബിരത്തിൽ, ഇത് മൂന്നേട്ട നിർദ്ദേശപ്രകാരം അന്ന് OTCയിൽ പ്രചാരകന്മാർ പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന പോലെ യുവമോർച്ചയുടെ മുഴുവൻ സമയ പ്രവർത്തനത്തിന് ആളുകൾ തയ്യാറായ ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, അങ്ങനെ യുവമോർച്ചയിലൂടെ ഒരു 2ാം നിരയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മൂന്തേട്ടൻ്റെ പങ്ക് വളരെ വളരെ വലുതായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ നമ്മുടെ കാര്യകർത്താക്കന്മാരുമായിട്ടുള്ള ഹൃദയബന്ധം. ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, നമ്മുടെ കാര്യകർത്താക്കന്മാർ എന്ന് പറയുന്നത് സംഘത്തിൻ്റെ ആയാലും സംഘപരിവാർ പ്രസ്ഥാനത്തിലായാലും ശരി, അവർ വേരുകളുള്ളവരായി മാറുന്നു. വേരുകളെന്ന് ഉദ്ദേശിക്കുന്നത് ബന്ധങ്ങളാണ്. അതായത് മുകുന്ദേട്ടൻ്റെ ബന്ധം ഹൃദയബന്ധമായിരുന്നു, സ്നേഹബന്ധമായിരുന്നു. ഇങ്ങനെ നമ്മുടെ കാര്യകർത്താക്കന്മാർക്ക്, അത് ഞാനൊരു മുകുന്ദേട്ടനെ കുറിച്ച് മാത്രമല്ല, ആ ജീവിതം മാതൃകയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മുടെ കാര്യകർത്താക്കന്മാരുമായിട്ട് ഹൃദയബന്ധം. കേവലം ലൈക്കിലും ഷെയറിലും മാത്രമാവരുത് ബന്ധം, മറിച്ച് നമുക്ക് ഹൃദയബന്ധം, സ്നേഹബന്ധം താഴേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഒരു വലിയ വടവൃക്ഷത്തെ നിലനിർത്തുന്നത്, ഏത് കാറ്റിലും കോളിലും വടവൃക്ഷത്തെ നിലനിർത്തുന്നത് അതിന് ഏറ്റവും താഴോട്ട്, ഭൂമിയുടെ താഴോട്ട് പോകുന്ന തായ്വേരുകളാണ്. അതുപോലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സംഘടനയെ നിലനിർത്തുന്നത് നമ്മുടെ ഈ കാര്യകർത്താക്കന്മാരെ, താഴെയുടെ പ്രവർത്തകന്മാരുമായിട്ട്, കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഹൃദയബന്ധവും സ്നേഹബന്ധവും. മൂന്നേട്ടനെ സംബന്ധിച്ച് പ്രവർത്തകന്മാരുമായിട്ട് മാത്രമല്ല, വീട്ടുകാരുമായിട്ടും കുടുംബങ്ങളുമായിട്ടും. അതാണ് ഞാൻ ജയൻ്റെ കാര്യത്തിലും സൂചിപ്പിച്ചത്. എന്നെ ജയനെ പരിചയപ്പെടുത്തുന്നത് മൂന്നേട്ടൻ. അദ്ദേഹം ആ ശിക്ഷയുടെ മുൻപ് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ യുവമോർച്ചയുടെ എന്നെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നതും ജയിലിൽ പോയി ഞാൻ ആദ്യമായിട്ട് ജയനെ കാണുന്നതും മുകുന്ദേട്ടൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട സമയത്തും ഞാൻ എല്ലാ മാസവും ഒരു സന്ദർശകനായിരുന്നു
ജയൻ്റെ ജയിലിൽ. പക്ഷെ അത് ഞാൻ അത് മുകുന്ദേട്ടൻ്റെ നിർദ്ദേശപ്രകാരം ഓരോ മാസവും ജയിലിൽ പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ടായിരുന്നു. ഞാനത് ഇന്നും 2 മാസം കൂടുമ്പോൾ കേരളത്തിലെ എല്ലാ സെൻട്രൽ ജയിലുകളിലും ഓപ്പൺ ജയിലുകളിലും നമ്മുടെ സഹപ്രവർത്തകരെ കാണാൻ ഞാൻ പോകുന്നുണ്ട്. ആ ഒരു ശീലം ഉണ്ടായത് മുകുന്ദേട്ടനിലൂടെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കും. ഇതിൽ ഞാൻ ഓർക്കുക, പ്രവർത്തകന്മാരുടെ സുഖത്തിലും ദുഃഖത്തിലും മുകുന്ദേട്ടൻ പങ്കാളിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുഴുവൻ സമയ പ്രവർത്തകരെ സൃഷ്ടിക്കാൻ വീടുകളിലേക്കുള്ള യാത്ര ലിസ്റ്റ് പ്രകാരം കൊല്ലം ജില്ല മുതൽ അങ്ങോട്ട് വടക്കോട്ടേക്ക് യാത്ര സംഘടിപ്പിച്ചപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ വളരെ ദയനീയമായ സാഹചര്യമുണ്ടായി. അയാൾ അതിനു മുമ്പ് ആ വീട് വലിയ സമ്പത്തുള്ള വീടായിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും സാമ്പത്തികമായിട്ട് തകർച്ച വന്നു. അവിടെ പട്ടിണിയായി, ദാരിദ്ര്യമായിരുന്നു. ആ സമയത്ത് വെറുതെ പോയ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഈ വീട്ടിലെ അനുഭവം പറഞ്ഞു. അവിടെ ഭക്ഷണത്തിന് പോലും പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ആ പ്രവർത്തകൻ ഒരു 5-6 ദിവസം ഫോൺ ബന്ധങ്ങളൊന്നുമില്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ വീട്ടിലെ കാര്യം ചേട്ടൻ മുകുന്ദേട്ടനോട് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. അല്ല പറഞ്ഞു. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവിടുത്തെ സംഘത്തിൻ്റെ നഗരത്തിലെ ഒരു പ്രവർത്തകൻ ഒരു ഓട്ടോറിക്ഷയിൽ അരിയും പലവ്യഞ്ജനവും പച്ചക്കറിയും അത് വീട്ടിലെത്തി. ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് ഈ ഒരു ചെറിയ വിഷമം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം ആ വീട്ടിലേക്ക് എത്തി എന്ന് മാത്രമല്ല, ആ വീട്ടിൻ്റെ കഷ്ടപ്പാട് ശാശ്വതമായി മാറ്റാൻ ചിലതൊക്കെ ബോധം ചെയ്യുന്നുണ്ട്. ഇതൊരു വീട് മാത്രം, എനിക്ക് അനുഭവം എത്രയോ പ്രവർത്തകന്മാരുടെ കുടുംബങ്ങളിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, വൈയക്തികമായ പ്രശ്നമായാലും കുടുംബ പ്രശ്നമായാലും ഇതൊക്കെ മുകുന്ദേട്ടനെ അഡ്രസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ജയൻ സൂചിപ്പിച്ചല്ലോ, തല്ലിയാലും ആളുകൾക്കൊരു സന്തോഷം. മുകുന്ദേട്ടൻ തല്ലുന്നതിൽ ആർക്കും വിഷമമുണ്ടായിരുന്നില്ല, അത്രമാത്രം ഹൃദയ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് എല്ലാ രംഗത്തും മുകുന്ദേട്ടൻ ഒരു മാതൃകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ മാതൃക നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും വ്യക്തി ജീവിതത്തിലും നമുക്ക് പകർത്താൻ സാധിച്ചാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി ഒരുപക്ഷെ ഈ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിലും പകർത്തുക എന്നുള്ളതായിരുന്നു. രാജനൈതിക രംഗത്ത് അദ്ദേഹം 91 പ്രവർത്തിച്ചപ്പോൾ അധികാര രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാനല്ല, ആദർശ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാനാണ് മുകുന്ദേട്ടൻ തയ്യാറായത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് കേരളം ഒരു മാറ്റത്തിൻ്റെ വക്കിലാണ്. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റം നടക്കും എന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ മലയാളികൾ മനസ്സിലാക്കാത്തത്, തിരിച്ചറിയാത്തത് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസിനും CPM-നും ബദലായി ഒരു പുതിയ രാഷ്ട്രീയം, വികസിത കേരളം കേരളത്തിൽ അത് രൂപപ്പെട്ടു വന്നിരിക്കുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അതേപോലെ NDAക്ക് അനുകൂലമായി പാകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാറാത്തത് മാറും എന്നുള്ള നമ്മുടെ മുദ്രാവാക്യം മലയാളികൾ സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നോക്കൂ, ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. CPM ഇതേപോലെ തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ ഈ 2 പാർട്ടികളെയും ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ടു. ഈ 2 പേരും ഡംപ് ചെയ്തിരിക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും പല മാരക രോഗങ്ങളും മാറാരോഗങ്ങളും നിൽക്കുന്നത്. കാരണം ഈ 2 രാഷ്ട്രീയ മാലിന്യങ്ങളും ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ മാലിന്യങ്ങളാണ് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുണ്ടായ എല്ലാ അപജയങ്ങൾക്കും ജീർണതകൾക്കും അടിസ്ഥാനപരമായ കാരണം. എല്ലാ മാരക രോഗങ്ങൾക്കും മാറാരോഗങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണം. അതുകൊണ്ട് മോദിജിയുടെ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്നത് കേവലം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ കേവലം
പരിസര ശുചീകരണം മാത്രമല്ല, നമ്മുടെ മാലിന്യങ്ങളെ വീടിന്റെ പരിസരത്ത് നിന്നും റോഡിന്റെ പരിസരത്ത് നിന്നും നഗരത്തിന്റെ പരിസരത്ത് നിന്നും മാറ്റുക എന്ന് മാത്രമല്ല, ഈ ശുചിത്വ ഭാരതം എന്നതിലൂടെ, ശുചിത്വ കേരളം എന്നതിലൂടെ നമ്മൾ വീടിന് ചുറ്റുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ 2 രാഷ്ട്രീയ മാലിന്യങ്ങളെയും നീക്കം ചെയ്യാൻ തയ്യാറാകണം. അതുവഴി മാത്രമേ ഒരു വികസിത കേരളം സാധ്യമാവൂ. അതിനനുകൂലമായിട്ടുള്ള വാതാവരണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് നോക്കൂ, ഞാനൊരു കാര്യം കൂടി സൂചിപ്പിച്ച് നിർത്താം. മാർക്സിസ്റ്റ് പാർട്ടി ഒരു ആഗോള അയ്യപ്പ സംഗമം ഒരു ഭാഗത്ത് സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പൊ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നു. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, അവർ തിരിച്ചടിയെ ഭയക്കുന്നു എന്നുള്ളതാണ്. LDFന്റെ പരാജയം ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഹിന്ദു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ അയ്യപ്പൻ, മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ മതന്യൂനപക്ഷ സംഘം. പക്ഷേ മതന്യൂനപക്ഷങ്ങളെ അല്ല പ്രീണിപ്പിക്കുന്നത്, അവരുടെ ക്ഷേമമല്ല അവർക്ക് പ്രധാനം. പക്ഷേ ഈ മതന്യൂനപക്ഷങ്ങളിലൂടെ ഇവിടുത്തെ SDPI, PFI പോലെ ഭീകരരെ, തീവ്രവാദികളെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനുമാണ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്. അത് വലിയ അപകടമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ അവരെ പരാജയപ്പെടുത്താൻ അവസരം കാത്തിരിക്കുന്നു. ഇതേപോലെ തന്നെ കോൺഗ്രസിനകത്തും UDFനകത്തും അതിശക്തമായിട്ട് രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ആഭ്യന്തര കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു. ജനങ്ങള് എല്ലാ സംസ്ഥാനങ്ങളും സംഭവിച്ചതുപോലെ കേരളത്തിലും CPMനെയും കോൺഗ്രസിനെയും ഒരുപോലെ ഉപേക്ഷിച്ച് മോദിജിയുടെ പുതിയ വികസന രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഈ അവസരത്തിൽ മാധ്യമങ്ങളും നമ്മുടെ എതിരാളികളും നമുക്കെതിരായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള വലിയ വലിയ പ്രചരണങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രചരണങ്ങളെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയെ തകർക്കാനും തളർത്താനുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കരുതിയിരിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് വർത്തമാനകാല ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന എല്ലാ വാർത്തകളും ഇവിടെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു, ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് കണ്ടപ്പോൾ ഉള്ള ആസൂത്രിതമായ നീക്കമാണ്. അതിൽ നാം കരുതിയിരിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തെ നമുക്ക് വിജയകരമാക്കി മാറ്റാൻ മുകുന്ദേട്ടന്റെ മാതൃക സ്വീകരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി നമ്രശിരസ്കനായി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.